നമസ്കാരം സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് VFA ബെവ്കോ LD തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉപകരിക്കുന്ന നമ്മുടെ അടിപൊളി സീരീസ് ആണ്. നമ്മളിപ്പോൾ സയൻസ് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി എന്ന രീതിയിൽ നമ്മൾ SSCRT ന്യൂ SSCRT ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്ലാസ്സുകളും പോകട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ഹിസ്റ്ററി വരും, എക്കണോമിക്സ് വരും, ജോഗ്രഫി വരും, IT വരും കേട്ടോ. ഇതെല്ലാം മിക്സഡ് ആക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ഏരിയകൾ തിരഞ്ഞെടുത്തിട്ട് പുതിയ SSCRTയിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരികയാണ്. വളരെയധികം നിങ്ങൾക്കത് ഉപകാരപ്പെടും. വരാൻ പോകുന്ന എക്സാം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും കേട്ടോ. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കാണണം, റിവിഷൻ ചെയ്യണം. മസ്റ്റായിട്ട് റിവിഷൻ ആണ്. എത്ര പ്രാവശ്യം റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും പ്രാവശ്യം റിവിഷൻ ചെയ്യുക കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുടെ നിങ്ങളുടെ മുന്നിൽ ഡെയിലി 2 ക്ലാസ്സുകൾ വെച്ചിട്ട് വരും. പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ എഴുതി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ ഗവർണർ, നമുക്കറിയാം ഗവർണറെ കുറിച്ച് ചോദിക്കാത്ത ഒരു എക്സാം ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ പുതിയ SSCRT 10ാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഗവർണറുടെ കാര്യങ്ങള് നമുക്ക് ആ ഒരു ലെസണിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഗവർണറുടെ കാര്യനിർവഹണ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഗവർണറുടെ വിവേചന അധികാരങ്ങൾ എന്തൊക്കെയാണ്? അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഇങ്ങനെ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പുതിയ SSCRTയിലെ ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ചിട്ടുള്ള നോട്ടാണ്. അപ്പൊ നോക്കാം, എന്തൊക്കെയാണ് ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ? നിയമം നിർമ്മിക്കാനുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭ വിളിച്ചു ചേർക്കുക കേട്ടോ. ശ്രദ്ധിക്കണം, ഓരോരോ പോയിന്റും മനസ്സിൽ അത്രയും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം കേട്ടോ. ഓരോ പോയിന്റും എങ്കിലേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ നേരിടാൻ പറ്റുകയുള്ളൂ. നിയമസഭ വിളിച്ചു ചേർക്കുക. 1. സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക. സഭ പിരിച്ചുവിടുക. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന അധികാരങ്ങൾ, അദ്ദേഹത്തിന്റെ അധികാരം എന്തൊക്കെയാണ്? 1. നിയമസഭയെ വിളിച്ചു ചേർക്കണം. പിന്നെ സഭ സമ്മേളനങ്ങൾ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കണം. പിന്നെ സഭ പിരിച്ചുവിടണം. ഓക്കെ, അതൊന്ന് നോക്കി. ഇനി എന്താ? സഭയെ അഭിസംബോധന ചെയ്യുക. സഭയെ അഭിസംബോധന ചെയ്യുക. സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. ബഡ്ജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. അതൊക്കെയാണ് നിയമനിർമ്മാണ അധികാരങ്ങൾ എന്ന് പറയുന്നത്. കോൾഡ് ഉണ്ട്, അതുകൊണ്ട് ശബ്ദത്തിന് ക്ലാരിറ്റി ഉണ്ടായില്ല, ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിയമനിർമ്മാണ അധികാരങ്ങളിൽ വരുന്നത്. പഠിച്ചോ? നിയമസഭ ഒന്ന് നമ്മുടെ നിയമസഭയെ മനസ്സിലൊന്ന് കണ്ടേ. ഇന്നത്തെ ഗവൺമെന്റ് ഭരിക്കുന്ന ആ ഒരു, ഇപ്പൊ നമുക്കറിയാം നിയമസഭയൊക്കെ കൂടുന്നത് നമ്മളൊക്കെ ന്യൂസുകളിൽ കാണാറുണ്ട് അല്ലെ. ഏത് നിയമസഭയാണെങ്കിലും അതൊന്ന് മനസ്സിലെ പിക്ചർ കൊണ്ടേ. അപ്പൊ നിയമസഭയെ വിളിച്ചു ചേർത്തു, അവിടെ എല്ലാവരും വന്നു അല്ലെ. സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. കഴിയുന്ന സമയത്ത് സഭ അവസാനിച്ചു എന്ന് പറയണം. അതേപോലെ സഭയെ പിരിച്ചുവിടുക. ഇതൊക്കെ അദ്ദേഹത്തിന്റെ നിയമനിർമ്മാണ അധികാരങ്ങളാണ്. ഇനി നോക്കിക്കുക, ആ സഭയെ മനസ്സിൽ കണ്ടേ. സഭയെ എല്ലാവരും വന്നിരുന്നു. ആ സഭയെ അഭിസംബോധന ചെയ്യുക. പിന്നെ സഭ പാസ്സാക്കും അല്ലെ, കുറെ ബില്ലുകൾ ഗവൺമെന്റ് പാസ്സാക്കും അല്ലെ. ആ ബില്ലുകൾക്ക് അംഗീകാരം ആര് നൽകണം? ഗവർണർ നൽകണം. പിന്നെ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കണം. ബജറ്റും ധനബില്ലുകളും കേട്ടോ. ശ്രദ്ധിക്കണം, ബജറ്റും അതുപോലെ മണി ബില്ല് അല്ലെ, ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി. അപ്പൊ ഏതിനൊക്കെയാണ്? ബജറ്റിനും ധനബില്ലും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഓക്കെ, അപ്പൊ നിയമനിർമ്മാണ അധികാരങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഗവർണറുടെ കാര്യനിർവഹണ അധികാരങ്ങളാണ്. കാര്യനിർവഹണ അധികാരങ്ങൾ നോക്കിക്കേ. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് എന്ന് വരും. അവിടെ കിടന്നിട്ട് കൺഫ്യൂഷൻ ആകരുത്. കാര്യനിർവഹണ അധികാരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കാം. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ്
നിയമസഭയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ LDF ഗവൺമെന്റ് ആണ് അധികാരത്തിൽ വന്നത്. അപ്പൊ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടിയായിരുന്നു അല്ലെ. ആ രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ ആ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുക. ആര്? സർക്കാർ രൂപീകരിക്കാനായിട്ട് ക്ഷണിക്കേണ്ടത് ആരാ? ഗവർണറാണ്. അദ്ദേഹത്തിന്റെ കാര്യനിർവഹണ അധികാരത്തിൽ വരുന്നതാണ്. അതേപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെയും നിയമിക്കാം. സംസ്ഥാനത്തെ ഗവർണറുടെ നിർദ്ദേശാനുസരണമല്ല മന്ത്രിമാരെ നിയമിക്കുന്നത് കേട്ടോ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. പിന്നെ അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കാര്യനിർവഹണ അധികാരങ്ങൾ. അപ്പൊ നിയമനിർമ്മാണ അധികാരങ്ങൾ നമ്മൾ നിയമസഭ വെച്ചിട്ട് കണക്കാക്കി അല്ലെ, പഠിച്ചു. ബജറ്റ്, ധനബില്ല് ഇതൊക്കെ പഠിച്ചു. ഇനി കാര്യനിർവഹണ അധികാരങ്ങൾ എന്തൊക്കെയാണ്? കാര്യനിർവഹണ അധികാരങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ് എന്ന് പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ നേതാവിനെയാണ് സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുന്നത്. അതേപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. അതേപോലെ അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. ഗവർണറുടെ കാര്യനിർവഹണ അധികാരത്തിൽ വരുന്നതാണ്. ഇനി ഗവർണറുടെ നീതിന്യായ അധികാരങ്ങൾ എന്തൊക്കെയാണ്? നിയമം നടപ്പിലാക്കാനേ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ മേലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം. അപ്പൊ നീതിന്യായ അധികാരം എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാരിന്റെ, അപ്പൊ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ മനസ്സിൽ കൊണ്ടുവന്നേ, അവരുടെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ എന്ത് ചെയ്യുക? കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകുക, ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക, അല്ലെങ്കിൽ ഇളവ് നൽകുക, ലഘൂകരിക്കുക. ഇതൊക്കെ ഇതിനുള്ള അധികാരം ആർക്കുണ്ട്? നീതിന്യായ അധികാരത്തിൽ ഗവർണറുടെ വരുന്നതാണ്. ഇനി ഗവർണറുടെ വിവേചന അധികാരങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് കേരളത്തിൽ തന്നെ എടുക്കാം അല്ലെ. ഇപ്പൊ LDF ഗവൺമെന്റും UDF ഗവൺമെന്റുമാണ് എപ്പത്തിനൊപ്പം നിൽക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ ആരാണ് ഭൂരിപക്ഷം നേടിയത്? LDF ആണ് ഭൂരിപക്ഷം നേടിയത് അല്ലെ. ഇനിയിപ്പോ ബൈ ചാൻസ്, ഇനിയിപ്പോ നമുക്കറിയാം ഏപ്രിലില് നിയമസഭ ഇലക്ഷൻ വരികയാണ് അല്ലെ. ഇപ്പൊ ഈ LDFനും UDFും തമ്മിൽ സീറ്റ് ഇപ്പൊ നമുക്ക് 140 നിയോജക മണ്ഡലങ്ങളില് 140 ഇപ്പൊ 70 വെച്ചിട്ട് രണ്ട് വന്നു വെച്ചോ. മനസ്സിലാകുന്നുണ്ടോ? നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം അല്ലെ. അപ്പൊ ആർക്കും ഭൂരിപക്ഷം ഇല്ല. അങ്ങനെ പക്ഷെ മന്ത്രിസഭ രൂപീകരിക്കും വേണം. അപ്പൊ ഗവർണർക്ക് എന്ത് ചെയ്യാം? അവിടെ വിവേചനാധികാരം പ്രയോഗിക്കാം. സംസ്ഥാന ഭരണകാര്യങ്ങളെ കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, കേരളത്തിലെ അടിയും തല്ലും കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് ഇവിടുന്ന് ഗവർണർ ഗവർണറെ കേന്ദ്രം ഭരിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ നേതാവായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവർണറായിട്ട് വരിക. അപ്പോ കൂറ് എവിടെ തന്നെ ആയിരിക്കും? കേന്ദ്രത്തിൽ ആയിരിക്കും അല്ലേ. അപ്പോ അതായത് കേന്ദ്രത്തിലെ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ല ആ സംസ്ഥാനത്തിലെ എങ്കിൽ ഗവർണർ എന്ത് ചെയ്യും? നല്ല കളി കളിക്കും അല്ലേ. അപ്പൊ അതേപോലെ സംസ്ഥാന ഭരണകാര്യങ്ങളെ കുറിച്ചിട്ട് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യും? റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിയമനിർമ്മാണ അധികാരങ്ങളിലൊക്കെ പഠിച്ചില്ലേ. അപ്പൊ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കണം ആരാ? അത് ഗവർണർ അംഗീകരിക്കണം അല്ലേ. ഇനി ആ സമയത്ത് അപ്പൊ നിയമസഭ ഒരു ബില്ലൊക്കെ പാസ്സാക്കി അത് ബില്ല് ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇപ്പൊ കൊടുത്ത ഉടനെ ഗവർണർ എന്ത് ചെയ്യില്ല? ഇപ്പോൾ ആളൊത്തിരി പവറുള്ള ആളല്ലേ, അപ്പൊ കുറച്ച് മസിലൊക്കെ പിടിക്കും അല്ലെ. അപ്പൊ എന്തൊക്കെ നടപടികൾ ആ സമയത്ത് അദ്ദേഹം സ്വീകരിക്കും നോക്കാം. ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ തരാം, അംഗീകാരം തരാം അല്ലെങ്കിൽ നൽകുന്നില്ല, ഇല്ല ഞാനിത് ഒപ്പിടില്ല എന്ന് പ്രഖ്യാപിക്കാം. ആർക്ക്? അത് ഗവർണർക്ക് തീരുമാനിക്കാം. അത് അദ്ദേഹത്തിന്റെ വിവേചന അധികാരത്തിൽ വരുന്ന കാര്യമാണ്. ബില്ലിന് അംഗീകാരം തരാം, അപ്പൊ നമ്മള് ചുറ്റിക്കൊടുപ്പിക്കില്ലേ, നാളെ തരാം മറ്റന്നാൾ തരാം എന്നൊക്കെ പറയല്ലേ. അതുപോലെ ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ല എന്നോ പ്രഖ്യാപിക്കുക. അതേപോലെ ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അപ്പൊ ഒരു ബില്ല് പാസ്സാക്കി, നിയമസഭ പാസ്സാക്കി, ആ ബില്ല്
ഗവർണർക്ക് ഒപ്പിടാൻ കൊടുക്കണം അല്ലേ? ആ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം ഗവർണർക്ക്? ഇത് ഇങ്ങനെ പോരാ, ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തണം, കുറച്ച് ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിലേക്ക് എന്ത് ചെയ്യാം? തിരിച്ചയക്കാം. അത് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ കോമൺ സെൻസ് ആയിട്ട് ഇപ്പോൾ എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ എന്ന് അപ്പം നമ്മൾ നമ്മുടെ ദൈനംദിന ലൈഫുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ചു തരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും എന്ത് ചെയ്യും? ഒന്നും കൂടി ബില്ലുകളൊക്കെ ഒന്ന് പഠിച്ച് അതിനൊക്കെ ഒന്ന് പരിഗണിച്ച് ഒരു ഭേദഗതിയോടെയോ ചിലപ്പോൾ ഭേദഗതി ചെയ്യും, അല്ലെങ്കിൽ അല്ലാതെയോ എന്ത് ചെയ്യും? പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ആളൊരു പിടിക്കും ഗവർണർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അതിപ്പോ അധികാരം വെച്ചിട്ട് ആ ഒരു അധികാരം കാണിക്കും അല്ലേ? അപ്പൊ ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ഭേദഗതി വരുത്തും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ പാസ്സാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, അതൊരിക്കലും പിന്നീട് അദ്ദേഹത്തിന് ഒപ്പിടാതെ നിവൃത്തിയില്ല. പിന്നെ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കുക. ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുക. അതൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ വിവേചനാധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഗവർണറുടെ അധികാരങ്ങൾ: നിയമനിർമ്മാണ അധികാരം, വിവേചനാധികാരം, കാര്യനിർവഹണാധികാരം. 3 അധികാരങ്ങൾ പഠിച്ചല്ലോ. സ്റ്റേറ്റ്മെന്റ് വരും. നന്നായി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.